VM സുധീരൻ ജയ്ഹിന്ദ് ടിവിയുടെ ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്നു. രാജ്യസന്നദ്ധത അറിയിച്ച് കത്ത് നൽകി. ജയ്ഹിന്ദ് ടിവിയിലെ ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന ആവശ്യം. വിവരങ്ങളുമായി MR സജേഷ് തത്സമയം ചേരുന്നുണ്ട്. സജേഷ്, ഇപ്പോഴത്തെ ഒരു അതൃപ്തിക്ക് കാരണം എന്താണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സൗമ്യ, VM സുധീരൻ KPC അധ്യക്ഷൻ എന്ന നിലയിൽ ജയ്ഹിന്ദ് ടിവിയുടെ ചെയർമാനാണ്. ചെയർമാൻ സ്ഥാനം രാജിവെച്ചു കഴിഞ്ഞു. ഡയറക്ടർ ബോർഡ് അംഗത്വവും VM സുധീരൻ ഒഴിഞ്ഞു. ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് രാജിക്കത്ത് നൽകുകയും അംഗത്വം ഒഴിയുന്നതായി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സാധാരണഗതിയിൽ KPCC അധ്യക്ഷന്മാരാണ് ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത്. ഇനി ആ കീഴ്വഴക്കം ഇതോടുകൂടി ഇല്ലാതാവുകയാണ്. VM സുധീരൻ തൽക്കാലം രാജി നൽകി കഴിഞ്ഞു. ഡയറക്ടർ ബോർഡ് സ്ഥാനവും VM സുധീരൻ ഒഴിഞ്ഞിട്ടുണ്ട്. ഇനി KPCCയുടെ ഒരു ട്രസ്റ്റ്, പാർട്ടിയുമായി ബന്ധപ്പെട്ട ട്രസ്റ്റ്, KPCCയുടെ ട്രസ്റ്റ് ജയ്ഹിന്ദുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ട്രസ്റ്റ് ഇനി പുതിയ ചെയർമാനെ എടുക്കേണ്ടി വരും. മോത്തിലാൽ വോറ, AK ആന്റണി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഈ ട്രസ്റ്റിൽ അംഗങ്ങളാണ്. ഇനി ആ ട്രസ്റ്റ് ജയ്ഹിന്ദിന്റെ ഭാവി പ്രവർത്തനങ്ങളെ തീരുമാനിക്കേണ്ടി വരും. നിലവിൽ ജയ്ഹിന്ദ് KPCCക്ക് 50% തുകയുള്ള ഒരു കമ്പനിയായാണ് പ്രവർത്തിക്കുന്നത്. ആ കമ്പനി മാറ്റി ഇനി ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണമെന്ന നിർദ്ദേശം കൂടി സുധീരന്റെ ഈ രാജിക്കത്തിലുണ്ട്. വലിയ അഴിമതി ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജയ്ഹിന്ദ് ടിവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. ശ്രീകുമാരൻ തമ്പി ഉൾപ്പെടെയുള്ളവർക്ക് പ്രോഗ്രാം ചെയ്ത വകയിൽ ഒട്ടേറെ പണം നൽകാനുമുണ്ട്. മലയാളം വാരികയിൽ KR മീരയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ശ്രീകുമാരൻ തമ്പി ഇക്കാര്യം 27 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ആത്മഹത്യക്ക് കാരണം VM സുധീരനും MM ഹസനും ഉൾപ്പെടെയുള്ളവർ ആയിരിക്കുമെന്ന് എഴുതി വച്ചിട്ടുണ്ട്. അതിനുശേഷം ഒട്ടേറെ ആരോപണങ്ങൾ പ്രവാസി വ്യവസായികളിൽ നിന്നും കോൺഗ്രസിൻ്റെ OICC പ്രവാസി കമ്മിറ്റികളിലുള്ള ഭാരവാഹികളിൽ നിന്നും ഉൾപ്പെടെ വലിയ ആരോപണങ്ങൾ ജയ്ഹിന്ദ് ടിവിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നു. അവർ നൽകിയിട്ടുള്ള പണത്തിന് കൃത്യമായ കണക്കില്ല. കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗങ്ങളിലൊക്കെ പങ്കെടുക്കാതെ സുധീരൻ അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നും സുധീരൻ പങ്കെടുക്കുന്നില്ല എന്നാണ് കരുതിയത്. എന്നാൽ ഇന്ന് 11:15 മസ്കറ്റ് ഹോട്ടലിൽ നടന്നിട്ടുള്ള ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സുധീരൻ പങ്കെടുത്തു. സുധീരൻ രാജിക്കത്ത് നൽകി. ഡയറക്ടർ ബോർഡ് അംഗത്വം ഒഴിയുകയാണെന്നും ഈ ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. സൗമ്യ, നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അതൃപ്തികൾ അറിയിച്ചതായി തന്നെയാണോ ലഭിക്കുന്ന വിവരങ്ങൾ? സജേഷ്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്രമക്കേടിനെ കുറിച്ചുള്ള വിഷയം നേരത്തെ തന്നെ ഇത്തരം പ്രശ്നങ്ങൾ പാർട്ടി തലത്തിൽ തന്നെ വന്നിരുന്നോ? സൗമ്യ, കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ VM സുധീരൻ പങ്കെടുത്തിട്ടില്ല. അതിനു മുമ്പുള്ള പല യോഗങ്ങളിലും പങ്കെടുത്തിരുന്നില്ല. വളരെ വ്യക്തമായി തന്നെ ജയ്ഹിന്ദ് ഡയറക്ടർ ബോർഡിനെ ഇപ്പോൾ കമ്പനി പോകുന്നതിലെ അതൃപ്തി സുധീരൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും MMSനെതിരെയാണ് ഈ ആരോപണങ്ങൾ പലതും ഉയർന്നിട്ടുള്ളത്. പല പ്രവാസി വ്യവസായികളിൽ നൽകിയിട്ടുള്ള പണത്തിന് കണക്കുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. MMS ചില ആളുകൾക്ക്, ചില പ്രവാസി വ്യവസായികളോട് തന്നെ നേരിട്ട് അക്കാര്യത്തിൽ പണം നൽകിയിട്ടുണ്ട്. പക്ഷെ അതിന് ഏതു തരത്തിൽ ചെലവിട്ടു എന്ന് ഓർമ്മയില്ല എന്ന തരത്തിൽ MMS പറഞ്ഞതായി ചില പ്രവാസി വ്യവസായികൾ തന്നെ പുറത്ത് പറഞ്ഞിട്ടുമുണ്ട്. ഇക്കാര്യത്തിലെല്ലാമുള്ള അതൃപ്തി സുധീരൻ കഴിഞ്ഞ യോഗങ്ങളിൽ പങ്കെടുക്കാതെ തന്നെ ഡയറക്ടർ ബോർഡിന് കത്ത് മൂലം അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി കാണിച്ചിട്ട് മാത്രം ജയ്ഹിന്ദിന് ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയെന്ന തീരുമാനവും കഴിഞ്ഞ ഡയറക്ടർ ബോർഡ് യോഗത്തിന് മുൻപ് VM സുധീരൻ എടുത്തിരുന്നു. ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിലും VM സുധീരൻ പങ്കെടുക്കുന്നില്ല എന്നായിരുന്നു ധാരണ. ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തിട്ടില്ല. 11:15 സുധീരൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പങ്കെടുത്തു. അതിനുശേഷം തൃശ്ശൂരേക്ക് പോയി. രാജിക്കത്ത് ഡയറക്ടർ ബോർഡിന് നൽകിയിട്ടുണ്ട്. ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് ഒഴിയാനുള്ള ഡയറക്ടർ ബോർഡ് അംഗത്വത്തിൽ നിന്നും സുധീരൻ ഒഴിയുകയും ചെയ്തിട്ടുണ്ട്. ഇനി KPCCയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിന് ചെയർമാനെ തീരുമാനിക്കാം. മോത്തിലാൽ വോറ ഉൾപ്പെടെയുള്ള മുതിർന്ന അംഗങ്ങളാണ് ഈ ട്രസ്റ്റിലെ അംഗങ്ങൾ. സൗമ്യ, ഇപ്പോഴത്തെ ഈ ഒരു തീരുമാനം, ഇനി അതിനുള്ള സാങ്കേതികമായ വിഷയങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് കാലാകാലങ്ങളായി ഈ വിധത്തിലാണ് കാര്യങ്ങൾ എന്നിരിക്കെ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനം, പ്രത്യേകിച്ച് ഒരു വലിയ ക്രൈസിസ് പാർട്ടിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യപ്പെടുക? സജീഷ്, സൗമ്യ, ഇക്കാര്യത്തിൽ KPCCക്ക് 50% നിക്ഷേപമുള്ള ഒരു കമ്പനിയായാണ് ജയ്ഹിന്ദ് പ്രവർത്തിക്കുന്നത്. ഒരു കമ്പനിയെ ട്രസ്റ്റാക്കി മാറ്റുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും മറ്റും ഇനി ഉണ്ടാകും. ഈ ട്രസ്റ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഏതായാലും ഇനി മുന്നോട്ട് പോവുക. ഇക്കാര്യത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയവും കടന്നു വരുന്നു. MMS കഴിഞ്ഞ കുറേ കാലങ്ങളുമായി സുധീരനുമായി അകന്നു നിൽക്കുകയാണ്. MMS നയിച്ചിട്ടുള്ള യാത്രയിൽ പോലും സുധീരനെ പങ്കെടുപ്പിച്ചിട്ടില്ല. മറ്റ് രാഷ്ട്രീയ കക്ഷിയിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിച്ചപ്പോൾ പോലും സുധീരനെ പങ്കെടുപ്പിച്ചിരുന്നില്ല. അതിനു മുൻപ് സുധീരൻ ജയ്ഹിന്ദിൻ്റെ കണക്കുകൾ ആവശ്യപ്പെട്ട് MMSന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതിൽ കണക്കുകൾ നൽകിയതിൽ കൃത്യതയില്ല. ചെലവ്
ചെലവ് മാത്രമാണ് കാണിച്ചിട്ടുള്ളത്, വരവുകളില്ല. താഴെത്തട്ടിലും വലിയ തരത്തിൽ അഴിമതി തുടങ്ങിയ രീതിയിലായിരുന്നു VM സുധീരൻ ഇക്കാര്യത്തിൽ ചില നിരീക്ഷണങ്ങൾ നടത്തിയത്. അതിനുശേഷം ഡയറക്ടർ ബോർഡ് യോഗങ്ങളിലും VM സുധീരൻ പങ്കെടുക്കാറില്ല. ഇന്നത്തെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ 11:15 പെട്ടെന്ന് പങ്കെടുക്കുകയും രാജിക്കത്ത് നൽകുകയുമാണ് ഉണ്ടായത്. രാജിക്കത്ത് ഔദ്യോഗികമായി തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഡയറക്ടർ ബോർഡ് അംഗത്വവും ഒഴിഞ്ഞിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, അതായത് സുധീരൻ ഇപ്പോൾ ആരോപിക്കുന്നത് ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിലും ഇത് മറച്ചുവെക്കാനുള്ള ശ്രമം നടന്നു എന്ന രീതിയിൽ തന്നെയാണോ? അതാണോ ഇപ്പോൾ പെട്ടെന്ന് ചൊടിപ്പിക്കാനുള്ള ഒരു ഇടയാക്കിയ ഒരു സംഭവം? സൗമ്യ, ഇക്കാര്യത്തിൽ എ ഗ്രൂപ്പിനെ സമ്മർദ്ദത്തിലാക്കുക എന്ന രീതി കൂടി സുധീറിൻ്റെ ഇപ്പോഴത്തെ നടപടിയിലുണ്ട്. MMSനെ കഴിഞ്ഞ കുറേ കാലമായി സുധീറിനും MMSനും അത്ര രസത്തിലല്ല. അതിനോടൊപ്പമാണ് ഇപ്പോൾ ജയ്ഹിന്ദ് TVയിലെ അഴിമതികൾ പൊന്തി വന്നിട്ടുള്ളത്. അതോടൊപ്പം KR മീരയ്ക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ശ്രീകുമാരൻ തമ്പി വളരെ കൃത്യമായി തൻ്റെ ആത്മഹത്യ വരെ നടക്കാൻ സാധ്യതയുണ്ട്, 27 ലക്ഷത്തോളം രൂപ തനിക്ക് കിട്ടാനുണ്ട്, ആ രീതിയിൽ പ്രോഗ്രാം ചെയ്ത പലർക്കും ജയ്ഹിന്ദ് TVയിൽ നിന്ന് പണം കൃത്യമായി കിട്ടിയിട്ടില്ല. അത്തരം പരാതികൾ VM സുധീറിന് മുമ്പിലുണ്ട്. കോവളത്ത് ജയ്ഹിന്ദ് TV വാടകയ്ക്ക് എടുത്തിട്ടുള്ള തിയേറ്ററിന് 2 വർഷമായി വാടക കിട്ടിയിട്ടില്ല. അത്തരം പരാതികൾ നിലനിൽക്കുന്നു. അതോടൊപ്പമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവാസി സംഘടനകളിൽ നിന്ന് തന്നെ വലിയ പരാതി ജയ്ഹിന്ദ് TVയുമായി ബന്ധപ്പെട്ട് അതിന് നൽകിയ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോകാനാകില്ലെന്ന നിലപാട് സുധീരൻ പെട്ടെന്ന് എടുക്കുകയായിരുന്നു. അതിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ചില പ്രസക്തികളുമുണ്ട്. ഗ്രൂപ്പ് രാഷ്ട്രീയം അനുസരിച്ച് എ ഗ്രൂപ്പിനെ ഇപ്പോൾ സമ്മർദ്ദത്തിലാക്കുന്ന രീതി കൂടി സുധീരൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ യോഗത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുത്തിട്ടുമില്ല. സുധീരനാണെന്ന് പങ്കെടുത്തത്. ഇനി മുതിർന്ന അംഗങ്ങളടങ്ങിയ ഒരു ട്രസ്റ്റ് ആയിരിക്കും KPCCയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. പുതിയ ചെയർമാനെ തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകണമോ അതോ KPCC സുധീരൻ നിർദ്ദേശിക്കുന്ന തരത്തിൽ ഈ ട്രസ്റ്റ് പാർട്ടി നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളടങ്ങിയ ട്രസ്റ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമോ എന്നതെല്ലാം ഇനി തീരുമാനിക്കേണ്ടത് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ജയ്ഹിന്ദിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ട്രസ്റ്റാണ്. സൗമ്യ, സജേഷാണ് വിവരങ്ങൾ അറിയിച്ചു നൽകിയത്.